ഏത് രാജ്യത്തായാലും മനുഷ്യൻ്റെ അവകാശങ്ങൾ ഒരുപോലെ പാലിക്കപ്പെടേണ്ടതാണ്, ന്യായമായ അവകാശങ്ങളാണെങ്കിൽ. അപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ രാജ്യങ്ങളിലെ ആൾക്കാരെ കണ്ണീരിലാഴ്ത്തിയ ഒരു പ്രശ്നമായിരുന്നു കുറേ കുട്ടികളെ യുദ്ധത്തിൽ മരിച്ചതായിട്ട്, അത് കൊന്നതായിട്ട്. നമ്മളൊക്കെ അത് കണ്ടപ്പോൾ, അതായത് ആ വാർത്ത കണ്ടപ്പോഴും പിന്നെ നമ്മുടെ ന്യൂസുകളിലൊക്കെ അത് കണ്ടപ്പോഴും ശരിക്കും ഹൃദയം നടുങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രവൃത്തികളിൽ എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നത്? അതായത് സ്വാർത്ഥതയാണല്ലോ രാജ്യങ്ങളുടെ ലക്ഷ്യം. ഭരണകർത്താക്കൾ എന്ത് ലക്ഷ്യമിടുന്നു അതിന് പിന്നിലൊരു രഹസ്യം ഉണ്ടാവും. ആ പിന്നിലൊരു രഹസ്യം അവർക്ക് അനുകൂലമായിട്ടുള്ളതായിരിക്കും. അങ്ങനെ വരുമ്പോൾ അതിന് വിഘാതമാകുന്ന കാര്യങ്ങളോ, അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മാനവശേഷിയാണ് നമുക്കുള്ളത്. ആ മാനവശേഷിയിൽ നന്നായി കൊണ്ടുപോകണമെങ്കിൽ അവരുടെ സംരക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം എല്ലാം അവർക്ക് കൊടുക്കണം. ഇവിടെ തെരുവിൽ വരെയും തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ടാകുന്ന അവസ്ഥയാണുള്ളത്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ യുദ്ധത്തിൽ മരണപ്പെടുന്നത് കൂടുതലും കുട്ടികളാണ്. അതിന് കാരണം ഈ കുട്ടികളിലൂടെ തന്നെ ഈ അവയവം വികസിപ്പിക്കുന്നുണ്ട്, അത് കച്ചവടച്ചരക്കാക്കി മാറ്റുന്നുണ്ട്. അതിൽ കൊല ചെയ്യപ്പെടുന്ന ആൾക്കാരും കൊണ്ടുപോയിട്ട് അവയവങ്ങളെടുത്ത് കച്ചവടച്ചരക്കാക്കുകയാണ്. അപ്പം മാനവർക്ക് വിഭവങ്ങൾ നൽകി നന്നാക്കിയെടുക്കുന്നതിന് പകരം മാനവശേഷിയെ നഷ്ടപ്പെടുത്തി ബിസിനസ്, അവയവ കച്ചവടത്തിൽ പെടുന്ന ഒരു കാര്യവും കൂടിയാണത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ യുദ്ധങ്ങളിലും നമുക്ക് കാണാവുന്നതാണ് സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കുന്നത്. അത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. UN ഇത് സംബന്ധമായി നല്ല നിലക്ക് പ്രതികരിക്കണം. ഏതാനും വീറ്റോ പോലുള്ള രാഷ്ട്രങ്ങളുടെ പരിധിയിൽ അകപ്പെട്ട് കിടക്കുന്ന UN യഥാർത്ഥമായ പവർ യഥാസമയം പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പരാതിയും കൂടി ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിനുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തട്ടെ. അവസാനമായി ഒരു നല്ല കാര്യം കൂടി ചോദിച്ച് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഈ പരിപാടി അവസാനിപ്പിക്കാം. എനിക്കറിയാൻ കഴിഞ്ഞത് ഹ്യൂമൻ റൈറ്റ്സ് ഫോറം എന്ന സംഘടനയുടെ ഏറ്റവും വിലപ്പെട്ട ഒരു പുസ്തകം പബ്ലിഷാകാൻ പോവുകയാണ്. അതായത് എനിക്കും സാറിനുമൊക്കെ അറിയാവുന്ന നമ്മുടെയൊക്കെ പ്രിയ സുഹൃത്തായ ശ്രീമാൻ സജി നമ്പൂതിരി അത് എഴുതി ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിൻ്റെ സംഘടനയുടെ പേരിൽ അബ്ദുൽ അസീസ് അത് പബ്ലിഷ് ചെയ്യാൻ പോകുന്നു. എന്തായാലും വലിയൊരു കാര്യമാണ്. കാര്യം ഈ പറഞ്ഞ നമ്മൾ ഈ ഇവിടെ നിന്ന് ചർച്ച ചെയ്യപ്പെട്ട മനുഷ്യൻ്റെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന A to Z കാര്യങ്ങൾ ആ പുസ്തകത്തിൽ അദ്ദേഹം അടിവരയിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പുസ്തകം നമ്മുടെ നാട്ടിലും നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്കും പുതിയ തലമുറകൾക്കും ഒക്കെ അനിവാര്യമായിട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ അത് ഹ്യൂമൻ റൈറ്റ്സ് ഫോറം എന്ന് പറയുന്ന സംഘടനയുടെ പേരിൽ അത് പബ്ലിഷാകുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് എന്നെ സംബന്ധിച്ച് ഞാൻ അത് ആലോചിക്കുമ്പോഴും ചില സമയങ്ങളിൽ ഞാൻ ആ പുസ്തകം വായിച്ച ഒരാളെന്നുള്ള നിലയിൽ വളരെ വലിയൊരു കാര്യമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ സാറിന്? അതെ, അതായത് നമ്മൾ സംഘടന വളരെ കാലങ്ങളായി പ്രവർത്തിക്കുക, നിരവധിയായ നന്മകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്മാരകങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പരസ്യങ്ങളോ ഒന്നും തന്നെ എവിടെയും നമ്മൾ പ്രകടിപ്പിക്കാത്ത വിധം നിശബ്ദമായ പ്രവർത്തനമാണ് നാം നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ പത്രമാധ്യമങ്ങളിലൊന്നും തന്നെ കാര്യമായി നമുക്ക് ഇടം കിട്ടിയിട്ടില്ല. ഇടം കിട്ടണമെന്ന് നമുക്ക് താല്പര്യവുമില്ല. ഇവിടെ ഈ ഒരു സംഭവം തൃശ്ശൂർ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോഴേ ഓർക്കുന്നത്, തൃശ്ശൂർ സിറ്റിയിലെ പാണ്ടക്കെട്ടുമായി, അതായത് ഭർത്താവ് മരിക്കുകയും ഭാര്യയുടെ കിടപ്പാടം ജപ്തിയാകുകയും ചെയ്തൊരു അതിൻ്റെ ഫലമായി അവരുടെ ഉടുവസ്ത്രങ്ങളുമായി പാണ്ടക്കെട്ടുമായി തെരുവിൽ തലയിൽ ചായച്ച് അന്തി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 6ഓളം പോലീസുകാർ വാഹനത്തിൽ വരികയും തീക്കുണ്ടാരത്തിലേക്ക് ഈ പാണ്ടക്കെട്ട് എടുത്തെറിയുകയും ചെയ്യുന്ന ഒരു സന്ദർഭം
2016 അത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വഴി അത് ഞങ്ങൾ കേസാക്കുകയും അന്നത്തെ അവിടെ അതിലെ 6 പ്രതികളെ തന്നെ വിചാരണ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് നമ്മൾ അറിയാനിടയായത് നിങ്ങളെപ്പോലുള്ളൊരു മാധ്യമം ഫോട്ടോ എടുത്ത് പ്രസിദ്ധീകരിച്ച പത്രത്തിൽ കൂടിയാണ്. ആ പാണ്ടക്കെട്ട് വലിച്ചെറിയപ്പെടുമ്പോൾ അത് വിദൂരതയിലേക്ക് തീക്കുണ്ടാരത്തിലേക്ക് പോകുന്നതും അത് വിട്ട് ഭയവിഹുലരായി എൻ്റെ ഉടുവസ്ത്രം പോലും നഷ്ടപ്പെട്ട ആ ഭീതി അവരുടെ മുഖത്ത് സ്പഷ്ടമാവുകയും ചെയ്യുന്നത് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ഏതൊരാൾക്കും മനസ്സിലാവും. അങ്ങനെയായിരുന്നു നമ്മൾ അതിന് ജോലി ചെയ്യുകയും 6 പേർക്കും 6 മാസത്തെ സസ്പെൻഷൻ വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എന്ത് കാര്യം, ഈ പുസ്തകത്തിൻ്റെ കാര്യം. പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറിക്ക് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മെമ്മറിക്ക് വേണ്ടി നമ്മൾ പൊതുജന സമക്ഷം സമർപ്പിക്കുകയാണ്. ഈ പുസ്തകം മനുഷ്യാവകാശങ്ങൾ സമഗ്ര പഠനം, ഇൻ്റർനെറ്റിലൂടെ ലഭ്യമല്ലാത്ത ഒരു സമഗ്രമായ ഒരു പുസ്തകമാണ് സജി നമ്പൂതിരി എഴുതി വിഭാവനം ചെയ്ത് ഹ്യൂമൻ റൈറ്റ്സ് ഫോറം അതിൻ്റെ പ്രസിദ്ധീകരണം ഏറ്റെടുത്ത് നടപടിയുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിൻ്റെ ഗുണഭോക്താക്കളാകാൻ പോകുന്നത് വിദ്യാലയങ്ങളും വിദ്യാർത്ഥികളും, വായനശാലകൾ, ക്ലബ്ബുകൾ, വക്കീലന്മാർ, ജഡ്ജിമാർ, കോടതികൾ, മറ്റ് സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്തുന്നവർ, മനുഷ്യാവകാശ പ്രവർത്തകർക്കെല്ലാം ഏത് നിയമപ്രകാരമാണ് ഏത് കാര്യത്തിൽ നടപടിയെടുക്കേണ്ടതെന്ന് അതിൻ്റെ താളുകളിൽ കൂടെ സ്പഷ്ടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ആമുഖത്തിൽ ആ ഉള്ളടക്കത്തിൽ കൂടി തന്നെ ആ പേജിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ട് സജി നമ്പൂതിരി അത് അവതരിപ്പിച്ചിട്ടുണ്ട്. സജി നമ്പൂതിരിക്ക് ഈ 1000 അഭിനന്ദനങ്ങൾ ഈ കാര്യത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയും ഈ പുസ്തകം സമൂഹത്തിനും, അതായത് മലയാളത്തിലായതിൻ്റെ പേരിൽ കേരള ജനതയ്ക്കും ഒരു വലിയ മുതൽക്കൂട്ടാകും എന്ന ഒരു ചാരിതാർത്ഥ്യം കൂടി ഞാൻ പങ്കുവെക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ ഇത്രയും സമയം, അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് തന്നതിനും നമുക്ക് അറിയാൻ കഴിയുന്നതും അറിയാൻ കഴിയാത്തതുമായ കുറേ കാര്യങ്ങൾ ഞാനും അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ പ്രേക്ഷകർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് നന്ദി. അദ്ദേഹത്തോട് വീണ്ടും നന്ദി പറയുന്നു. താങ്ക് യു.